കേൾക്കാമോ? അതെ, ആ കണ്ണാടി വെച്ച പദം തന്നെ. റാംധോ ശിഖാനവ അന്തസ്സി അർത്ഥകട്ടി. സംസാരിക്കുമ്പോൾ നാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ നിന്റെ നാവിനെ ഇന്ന് യേശു തൊടാൻ പോകുന്നു. ബ്രദർ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ഈ സൈഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ഒരു തരിപ്പ്. ബ്രദർ ശ്രദ്ധിച്ച്, ബ്രദറിന് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ഇതെന്തോ ഒരു സ്ട്രോക്കിലോട്ടോ ഒരു അറ്റാക്കിലോട്ടോ പോവുകയാണെന്നൊരു ഭയം ഉണ്ടായിരുന്നു. ഇല്ലേ? നിശ്ചയമായില്ലേ? തീർച്ചയായിട്ടും. അർത്ഥകസി, നിന്റെ ഹൃദയത്തിലെ ചിന്തകൾ വരെ യേശു അറിയും. ധൈര്യമായി ബ്രദറിനെ വാഗൊണ്ട് ചെയ്യാനൊക്കാത്തത് ചെയ്തു തുടങ്ങുക. റാന്തോ സെഖോനി ഹന്തസി, യേശുവിന്റെ നാമത്തിൽ. കണ്ണടച്ച ബ്രദർ. യേസ്, ധൈര്യമായി ഹല്ലേലൂയ പറഞ്ഞോ. ബ്രദറിനെ ദൈവം പറയാം, നിന്റെ മുഴുവൻ കർത്താവിന് സൗഖ്യമാക്കാൻ പോവുക. ഇപ്പോൾ നിനക്ക് അനുഭവപ്പെടുന്നില്ല, നാക്കിൽ ഒരു കനം തൊടുന്നതായിട്ട് ഇപ്പോൾ നിനക്ക് അനുഭവപ്പെടും. ആ തരിപ്പ് പോയി. എത്ര വർഷമായിട്ട് ഇതുണ്ടായിരുന്നു? ഓർമ്മയില്ല, എന്നാലും ന്യായമായിട്ട് ഒത്തിരി വർഷം ഉണ്ടായിരുന്നു. എന്നാലും ഒരു 15 വർഷം മോർ ദാൻ. ഞാൻ ഒരു കൈ ഇത് തൊടുന്നത് കണ്ടോണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ സത്യം പറയാം, നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു രോഗശാന്തിക്കാരനാന്ന് കാണിക്കാനല്ല, എനിക്ക് ഒരു കഴിവില്ലാത്ത ആളാ. പക്ഷെ ഇത് ദൈവം കാണിച്ചു തരിക, ഇത് സംഭവിക്കുന്നു. അങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രക്തം നാക്കിന്റെ ബുദ്ധിമുട്ട് പോയല്ലോ. പോയി 100% പോയി. രാജാവേ അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശുവേ പിതാവാരുമില്ല. മോളെ ശ്രദ്ധിച്ച്, രണ്ടുപേര് പിടിക്കാതെ മോക്ക് എത്ര വർഷം കൊണ്ട് നടക്കാനൊക്കത്തില്ല? 3 വർഷമായി രണ്ടുപേര് പിടിക്കാതെ നടക്കാനൊക്കത്തില്ല. എന്നാൽ ഇന്ന് മോൾ തനിയെ നടന്നു. യേശു ആണോ? ആരാ മോളെ നടത്തിയേ? യേശു നടത്തി. രണ്ടുപേർ പിടിച്ചുകൊണ്ടാണ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്നത്. 3-ാം ദിവസം ഈ മോൾ തനിയെ നടന്ന് കാണിക്കുകയാ. ഞാൻ കാണുക, സ്പോർട്സുകാരി ഓടുന്ന പോലെ നീ ഓടും. അത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇത് മരണത്തിലല്ല, ദൈവപുത്രൻ മഹത്വപ്പെടുവാനത്രേ.